ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മേറാജിന്റെ നോമ്പിന്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ മേറാജ് ആയതുകൊണ്ട് തന്നെ എനിക്കിന്ന് നോമ്പുണ്ടേനി. അതുകൊണ്ട് ഉച്ചക്ക് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരത്ത് കുറച്ച് ചിക്കനൊക്കെ ബാക്കി ഉണ്ടായപ്പോ ഇന്നാ ഒരു ബിരിയാണി ഇങ്ങോട്ട് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ബിരിയാണി ഉണ്ടാക്കണീന് രണ്ടുണ്ട് കാരണം. ഒന്ന് നോമ്പൊക്കെയല്ലേ, അപ്പൊ ഒരു ബിരിയാണി ആവാം എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കാരണം ഇന്ന് നമ്മൾ അജിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അജിക്കുട്ടന്റെ 12ാമത്തെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേകൾ അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നും നമ്മൾ ആഘോഷിക്കുന്ന ടീമൊന്നും അല്ല. പക്ഷേ ആ ഒരു ബർത്ത്ഡേ ദിവസം ഞമ്മക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പൊ മക്കളും ആ ഒരു ദിവസം പോലെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കും തന്നെ വല്ലാണ്ടൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഉണ്ടാവുക. അപ്പം വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓലെ ഹാപ്പിനെസ് ഒന്ന് ഇരട്ടി ആവട്ടെ എന്ന് ഞാനും കരുതി. അപ്പൊ ഇന്ന് രണ്ടിലൊന്ന് നമ്മുടെ ബിരിയാണി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴേക്കുള്ള ജ്യൂസും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബർത്ത്ഡേ ബോയ് ആണെങ്കിലും ഓന് വന്നിട്ട് എല്ലാത്തിനും കൂടി തന്നിട്ടൊക്കെ ഉണ്ടേനു. ഓന് കെറ്റിലിൽ വെച്ചിട്ട് മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടേനി കേട്ടോ. അതില് ആ മുട്ട പുഴുങ്ങിയെടുക്കാനൊക്കെ ഓനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഓൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഓനതൊക്കെ റെഡിയാക്കി തന്ന് ഞാൻ ഒരു തല ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതും അതിൻ്റെ ഇടയിൽ റെഡിയായി. അങ്ങനെ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് തട്ടിക്കൂട്ടിട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ ഒരു നോമ്പ് തുറ. പിന്നെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് രാത്രിക്കാണ് കേട്ടോ. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ബിരിയാണി ഒക്കെ പൊട്ടിച്ച് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടേനെ. കേക്ക് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് രാത്രിക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ഹാപ്പി ബർത്ത്ഡേ അജു എന്നൊക്കെ എഴുതിയ ഒരു കേക്കൊക്കെ വാങ്ങി ഓന്റെ സന്തോഷത്തിന് അതും കട്ട് ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ബർത്ത്ഡേ വിഷസ് ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ. എല്ലാരും കമന്റ് ബോക്സിൽ എഴുതി.